മലയാളി മീഡിയ ബ്രാൻഡ് അവാർഡ് ഈ ഫംഗ്ഷന് എനിക്ക് എത്താൻ പറ്റിയതിൽ, എന്നെ വിളിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഇത്രയും നല്ല ബിസിനസ്സുകാരെ ഒരുമിച്ച് കൊണ്ടുവരുവാനും അവരെ ഒരു കുടക്കീയിൽ കൂട്ടി നിർത്തി അവരെ കാര്യങ്ങൾ മനസ്സിലാക്കി അവരെപ്പറ്റി കൂടുതൽ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വേദി ഉണ്ടാക്കുന്ന ഒരാളാണ് ബിബിൻ. ഇനി ഒരുപാട് ബ്രാൻഡ്സ് ഇതിലൂടെ നിരവധി പേരെ ഇതുപോലെ സന്തോഷിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എനിക്ക് ഇന്ന് തോന്നുന്നു, ഇന്നാണ് ഞാൻ ശരിയായ താരദിശയിൽ പങ്കെടുക്കുന്നത്. കാരണം ഇന്നിവിടെ വന്നിരിക്കുന്നവരാണ് ശരിക്ക് അക്ഷരാർത്ഥത്തിൽ താരങ്ങൾ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. I warmly welcome to everyone. Medmix presents Malayali Media Brand Award 5th edition 2026 powered by Chiki. ഓരോ മനോഹരമായ തുടക്കത്തിനും പ്രാർത്ഥനയുടെ ശാന്തിയും അനുഗ്രഹവും അനിവാര്യമാണ്. ഇന്നത്തെ ഈ സായം സന്ധ്യയ്ക്ക് ദൈവാനുഗ്രഹം നേരുന്നതിനായി നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. For leading in the prayer, I would like to welcome Kumari Anika Baby Vibin, Kumari Avantika Rose Vibin and Sri Lashmi Rajesh. സത്യവും ധർമ്മവും നിത്യം പുലർത്തുവാൻ സച്ചിദാനന്ദനാം ദൈവമേ നീ. സത്യവും ധർമ്മവും നിത്യം പുലർത്തുവാൻ സച്ചിദാനന്ദനാം ദൈവമേ നീ. To officially welcome everyone to this memorable evening, I warmly welcome Ms. Shahana Nalagar to deliver the welcome speech. Hi everyone. ശരിക്കും പറയുകയാണെങ്കിലേ ഇത് തുടങ്ങുന്ന സമയത്ത് ഞാൻ ആ കൺസോളുള്ളവരുടെ അടുത്ത് പറഞ്ഞു ഞാൻ വരുമ്പോൾ തന്നെ നല്ല സൂപ്പർ ഒരു പാട്ടിടണമെന്ന്. അത് മാത്രം അവർ കേട്ടില്ല. പക്ഷെ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം ഞാൻ ഈ ഫ്രണ്ട് റോ നോക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് സന്തോഷമാണ്, ഒരുപാട് എനർജിയാണ് സീരിയസ്ലി. കാരണം അത്രയും ലെജൻഡറി ഓൺട്രപ്രണേഴ്സിൻ്റെ മുൻപിലാണ് ഞാൻ നിൽക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിവിടെ നിൽക്കുന്നത് മലയാളി മീഡിയ ബ്രാൻഡ് അവാർഡ് 2026ൻ്റെ സ്വാഗതം പറയാൻ വേണ്ടിയിട്ടാണ്. സ്വാഗതം പറയേണ്ട ഒരു ആവശ്യമില്ല, ബിക്കോസ് എല്ലാവരും നമ്മുടെ ഒരു ഫാമിലിയാണ്. എന്നാലും ഞാനൊരു സ്വാഗതം പറയുന്നു. മലയാളി മീഡിയ ബ്രാൻഡ് അവാർഡിൻ്റെ ഒരു 5th എഡിഷനാണിത്, അവാർഡ് നൈറ്റിൻ്റെ 5th എഡിഷൻ. ഇതിൽ പല പുതിയ മുഖങ്ങളും ഈ അവാർഡ് നൈറ്റിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതിൽ ഒരുപാട് സന്തോഷം. ആദ്യം തന്നെ മലയാളി മീഡിയയുടെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ വിപിൻ ഡേവിസിനെ ഏറെ സ്നേഹത്തോടെ മലയാളി മീഡിയ ബ്രാൻഡ് അവാർഡ് 2026ലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ഞാൻ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ജോയ ലുക്കാസ് ഗ്രൂപ്പിൻ്റെ ഫൗണ്ടർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള ചെയർമാൻ ആയിട്ടുള്ള ജോയ് സാർ. ഒരുപാട് സന്തോഷത്തോടെ ജോയ് സാറിനെ ഈ ഒരു മലയാളി മീഡിയ ബ്രാൻഡ് അവാർഡ് 2026ൻ്റെ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഒട്ടും ഫോർമാലിറ്റി വേണ്ടാത്ത ഒരു വ്യക്തി കൂടിയാണ്. മലയാളി മീഡിയയുടെ എല്ലാ കാര്യങ്ങളിലും എല്ലായ്പ്പോഴും ഒരുമിച്ച് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന, നമ്മൾക്ക് എല്ലാവർക്കും നല്ല സുഗന്ധം നൽകുന്ന, ഞാനിത് പറയുമ്പോൾ തന്നെ പലർക്കും അറിയാൻ പറ്റുമായിരിക്കും, മെഡിമിക്സ് AVA ഗ്രൂപ്പിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ AV അനൂപ് സാറിനെ ഏറെ സ്നേഹത്തോടെ ഞാൻ മലയാളി മീഡിയ ബ്രാൻഡ് അവാർഡ് 2026ൻ്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി മലയാളി മീഡിയയുടെ നമ്മുടെ ഒരു വളർച്ച എന്ന് പറയുന്ന സമയത്ത് നമുക്ക് പല ഓൺട്രപ്രണേഴ്സിൽ നിന്നും പല രീതിയിലുള്ള നല്ല എക്സ്പീരിയൻസുകൾ കിട്ടും, മോട്ടിവേഷൻസ് കിട്ടും. പക്ഷേ മോട്ടിവേറ്റ് ചെയ്ത് ആ മൊമെൻറ്റിൽ തന്നെ നടപ്പാക്കുന്ന ഒരു വ്യക്തിയാണ് ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ഫൗണ്ടർ ആൻഡ് ചെയർമാൻ ആയിട്ടുള്ള ഗോപാലേട്ടൻ. ശ്രീ ഗോകുലം ഗോപാലൻ ഏറെ സ്നേഹത്തോടെ മലയാളി മീഡിയ ബ്രാൻഡ് അവാർഡ് 2026ൻ്റെ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഏറെ സ്നേഹത്തോടെ മലയാളി മീഡിയയുടെ ബ്രാൻഡ് അവാർഡിൻ്റെ 2026 നമ്മൾ പറയുന്നത് പോലെ മുൻപത്തെ 4 എഡിഷനിലും ഇല്ലാത്തൊരു പുതിയ അതിഥി തന്നെയാണ്. കേരളത്തിനെ അതിൻ്റെ അഭിമാനത്തിൻ്റെ നെറുകയിലെത്തിച്ച വ്യക്തി, അങ്ങനത്തെ ഒരു വലിയൊരു പ്രസ്ഥാനം, കോട്ടക്കൽ ആയുർവൈദ്യശാലയുടെ മാനേജിംഗ് ട്രസ്റ്റി ആൻഡ് ചീഫ് ഫിസിഷ്യനായിട്ടുള്ള ഡോക്ടർ വാര്യർ സർ ഏറെ സ്നേഹത്തോടെ
മലയാളി മീഡിയ ബ്രാൻഡ് അവാർഡ് 2026 വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഏരീസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ഫൗണ്ടർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള സോഹൻ സർ, ശ്രീ സോഹൻ റോയ് സർ. ഒരുപാട് സന്തോഷം. ഞാൻ സാറിനെ കുറിച്ചിട്ട് അധികമൊന്നും പറയുന്നില്ല, അതെല്ലാം വേദിയിലേക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോഹൻ സാർ ഏറെ സ്നേഹത്തോടെ മലയാളി മീഡിയ ബ്രാൻഡ് അവാർഡ് 2026 വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. മൂലൻസ് ഗ്രൂപ്പിൻ്റെ മാനേജിംഗ് ഡയറക്ടർ, ചെയർമാൻ വർഗീസ് സാർ ഏറെ സ്നേഹത്തോടെ മലയാളി മീഡിയ ബ്രാൻഡ് അവാർഡ് 2026 വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഏറെ സ്നേഹത്തോടെ നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ മാനേജിംഗ് ഡയറക്ടർ, ചെയർമാൻ ആയിട്ടുള്ള നമ്മുടെ കൃഷ്ണദാസ് സാർ ഏറെ സ്നേഹത്തോടെ മലയാളി മീഡിയ ബ്രാൻഡ് അവാർഡ് 2026 വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഏറെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു സീഗിൾ ഗ്രൂപ്പിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ സുരേഷ് കുമാർ മധുസൂദൻ സാർ ഏറെ സ്നേഹത്തോടെ മലയാളി മീഡിയ ബ്രാൻഡ് അവാർഡ് 2026 വേദിയിലേക്ക് ഞാൻ സാറിനെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഏറെ സ്നേഹത്തോടെ മലയാളി മീഡിയ ബ്രാൻഡ് അവാർഡ് 2026 വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാൻ പോകുന്നത് ദ യങ് ഓൺട്രപ്രണർ എന്ന് വേണേൽ പറയാം. യങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും കാണുമ്പോഴും പ്രായം കുറഞ്ഞു വരുവാണ്. നമ്മുടെ ജോളി ചേട്ടൻ ഏറെ സ്നേഹത്തോടെ ശ്രീ ജോളി ആന്റണി ഒരുപാട് സന്തോഷത്തോടെ മലയാളി മീഡിയ ബ്രാൻഡ് അവാർഡ് 2026 വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യുന്നത് മലയാളി മീഡിയ തുടങ്ങിയ സമയം മുതൽ ഫസ്റ്റ് ആരാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, മണപ്പുറം ഫിനാൻസ് തന്നെയാണ് മലയാളി മീഡിയനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനി എന്ന് പറയുന്നത്. മണപ്പുറം ഫിനാൻസിൻ്റെ PRO ആയിട്ടുള്ള അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മാനേജറായിട്ടുള്ള ശ്രീ അഷ്റഫ് ഇക്കയാണ് നമ്മുടെ കൂടെയുള്ളത്. അഷ്റഫ് ഇക്ക ഒരുപാട് സന്തോഷത്തോടെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഏറെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു മണപ്പുറം ഫിനാൻസിൻ്റെ ഒപ്പം തന്നെ തോളോട് തോൾ ചേർന്ന് മണപ്പുറം എന്നുള്ളൊരു ബ്രാൻഡിനെ ആഗോളതലത്തിൽ അല്ലെങ്കിൽ സാധാരണക്കാരുടെ മനസ്സിൽ ഇടം പിടിക്കാൻ വേണ്ടി ഉള്ള ഒരു പ്രസ്ഥാനമുണ്ട്, മണപ്പുറം ഫൗണ്ടേഷൻ്റെ CEO ആയിട്ടുള്ള ജോർജ് ഡി സർ ഏറെ സ്നേഹത്തോടെ മലയാളി മീഡിയ ബ്രാൻഡ് അവാർഡ് 2026 വേദിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി മലയാളി മീഡിയയുടെ മെൻറ്ററിൽ മുന്നിൽ നിൽക്കുന്ന വ്യക്തി, ഏത് കാര്യത്തിനും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ടീച്ചറായി, നമ്മളുടെ ഒരു സ്റ്റുഡൻ്റായി നിന്ന് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു തരുന്ന HNC ബുക്സിൻ്റെ മാനേജിംഗ് പാർട്ട്ണർ ശ്രീ വിക്ടർ സർ ഏറെ സ്നേഹത്തോടെ വിക്ടർ സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സൂര്യ ഹോംസിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ ബൈജോ പോൾ ഏറെ സ്നേഹത്തോടെ ബൈജു സാറിനെ ഞാൻ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മലയാളി മീഡിയയുടെ ഏതൊരു കാര്യത്തിനും കൂടെ നിൽക്കുന്ന ഒരു കൂട്ടുകാരൻ, ഒരു മെൻറ്റർ, അങ്ങനെ ഒരു വ്യക്തിയാണ് അടുത്തതായിട്ട് ഏറെ സന്തോഷത്തോടു കൂടെ ഞാൻ സ്വാഗതം ചെയ്യുന്നത്. മറ്റാരുമല്ല, TN സേതുമാധവൻ, ഞങ്ങളുടെ എല്ലാം സേതുചേട്ടൻ ഏറെ സ്നേഹത്തോടെ സേതുചേട്ടാ മലയാളി മീഡിയ ബ്രാൻഡ് അവാർഡ് 2026 വേദിയിലേക്ക് ഞാൻ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇത്രയും വലിയ ലെജൻഡറി ഓൺട്രപ്രണേഴ്സിനെ സ്വാഗതം ചെയ്യാനുള്ള ഒരു അവസരം എന്ന് പറയുന്നത് വളരെ വലിയൊരു സന്തോഷമായിട്ടും ഒരു അഭിമാനമായിട്ടും ഞാൻ കാണുകയാണ്. മാത്രമല്ല ഈ ഒരു വേദിയിൽ ഒരുപാട് ഓൺട്രപ്രണേഴ്സ് ഉണ്ട്, ഞങ്ങളുടെ വെൽ വിഷേഴ്സ് ഉണ്ട്, കൂട്ടുകാരുണ്ട്, നാട്ടുകാരുണ്ട്, ഞങ്ങളുടെ കുടുംബാംഗങ്ങളുണ്ട്. എല്ലാവരെയും വളരെയധികം സന്തോഷത്തോടെയും സ്നേഹത്തോടെയും നന്ദിയോടെയും ഞാൻ ഈ ഒരു വേദിയിലേക്ക് മലയാളി മീഡിയ ബ്രാൻഡ് അവാർഡ് 2026 ഈ ഒരു വേദിയിലേക്ക് ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. മലയാളി മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ വ്യക്തികൾക്കും മലയാളി മീഡിയ ഓരോ ടൈപ്പിലാണ്. ചില ആളുകൾക്ക് നമ്മൾ ഏതൊരു കാര്യത്തിനും ഒരു മീഡിയയാണ്, ചില ആളുകൾക്ക് അവരുടെ ഒരു സൊല്യൂഷനാണ്, ചില ആളുകൾക്ക് അവരുടെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു ചാനലാണ്. അങ്ങനെ പല ആളുകൾക്കും പല രീതിയിലാണ്. വാട്ട് ഇസ് മലയാളി മീഡിയ? ഇതെല്ലാം കൂടെ ചേർന്നത് തന്നെയാണ്. സോ മലയാളി മീഡിയയെ കുറിച്ചിട്ട് ഒരു ചെറിയ വീഡിയോ ഞങ്ങളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ ഞാൻ ആദ്യം തന്നെ ആ ഒരു വീഡിയോയിലേക്ക് ക്ഷണിക്കുകയാണ്. മലയാളിയുടെ സാമൂഹ്യ മാധ്യമ ലോകത്തെ നിറസാന്നിധ്യമായി മലയാളി മീഡിയ മാറിയിട്ട് നീണ്ട 9 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. വിപിൻ ഡേവിസിന് അവരുടെ കൂടെയുള്ള ഓരോ പ്രവർത്തകരും അവരുടെ ആ പ്രസ്ഥാനത്തെ സ്വന്തം പ്രസ്ഥാനമായിട്ട് കണക്കാക്കുന്നവരാണ് ഓരോരുത്തരും. സോഷ്യൽ മീഡിയയെ ഒരു വിനോദോപാധി മാത്രമായി മലയാളി കണ്ടിരുന്ന കാലത്താണ് അത്തരം മാധ്യമങ്ങളുടെ അനന്ത സാധ്യതകൾ തിരിച്ചറിഞ്ഞ ശ്രീ വിപിൻ ഡേവിസിന്റെ മനസ്സിൽ മലയാളി മീഡിയ എന്ന ആശയം രൂപം കൊള്ളുന്നത്. അന്ന് അദ്ദേഹം കണ്ട സ്വപ്നം ഇന്ന് യാഥാർത്ഥ്യമായി നമുക്ക് മുന്നിൽ നിൽക്കുന്നു. ചുരുങ്ങിയ കാലം കൊണ്ട് ജനശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു സോഷ്യൽ മീഡിയ ഹൗസാണ് മലയാളി മീഡിയ. ബിസിനസ് മേഖലയിലെ മഹാരഥന്മാരുടെ വിജയരഹസ്യങ്ങൾ,
സക്സസ് സ്റ്റോറിയിലൂടെ നാടിനെ നയിക്കുന്ന നേതാക്കളുടെ മനസ്സിന്റെ ഉള്ളറകൾ ലീഡർഷിപ്പ് അൺഫിൽട്ടേഡിലൂടെയും മലയാളിക്ക് മുന്നിലെത്തിച്ച് മലയാളി മീഡിയ മാധ്യമരംഗത്ത് പുതിയൊരു യുഗത്തിന് തുടക്കം കുറിച്ചു. തൊഴിൽ മേഖലയിലുള്ളവർക്ക് വേണ്ടി ഒരുക്കിയ മലയാളി മീഡിയ കലോത്സവവും ബിസിനസ് വ്യക്തിത്വങ്ങളെ ആദരിക്കുന്ന മലയാളി മീഡിയ ബ്രാൻഡ് അവാർഡ്സും സംരംഭങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുവാനും സംരംഭകത്വം എന്ന ആശയം സമൂഹത്തിൽ വേരുറപ്പിക്കാനുമായി ബിസിനസ്സുകാർക്ക് വേണ്ടി ആരംഭിച്ച മലയാളി ബിസിനസ് ക്ലബ് എന്നിവ തങ്ങളെ വളർത്തിയ സമൂഹത്തിന് മലയാളി മീഡിയ തികഞ്ഞ സമർപ്പണത്തോടെ നൽകുന്ന ഉപഹാരങ്ങളായി മാറി. ഭാവിയിലേക്കായി അനവധി വിസ്മയങ്ങൾ കാത്തുവച്ച് മലയാളിയെ ചിന്തിപ്പിച്ചു വളർത്തി. മലയാളി മീഡിയയുടെ ജൈത്രയാത്ര ഇപ്പോഴും തുടരുന്നു. മലയാളി മീഡിയ ബ്രാൻഡ് അവാർഡ് 2026-ന്റെ ഇനോഗ്രേഷനാണ്. ഇനോഗ്രേഷന് വേണ്ടിയിട്ട് വേദിയിലേക്ക് ഞാൻ ഓരോരുത്തരെയായിട്ട് സ്വാഗതം ചെയ്യുന്നു. ആദ്യം തന്നെ മലയാളി മീഡിയയുടെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ വിപിൻ ഡേവിസിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ശ്രീ ജോയലുക്ക സാറിനെ ഏറെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. തിരിതെളിക്കുന്നതിന് വേണ്ടിയിട്ട് ഇനോഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദീപങ്ങളും അവിടെ ഉണ്ടാവണം എന്നാണ്. താങ്ക് യു സോ മച്ച് ജോയ് സർ ഇനോഗ്രൽ സ്പീച്ചിന് വേണ്ടിയിട്ട്. ഗുഡ് ഈവനിങ്, നമസ്കാരം. വിപിൻ എന്നെ വിളിച്ചപ്പോൾ ഇങ്ങനെയുള്ളൊരു അപകടം ആൾ പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തായാലും ഇങ്ങനെയുള്ള മലയാളി മീഡിയ ബ്രാൻഡ് അവാർഡ് ഈ ഫങ്ഷന് എനിക്ക് എത്താൻ പറ്റിയതിൽ, എന്നെ വിളിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഞാൻ ഒരു വർഷം ഒരു മീഡിയയിൽ ഞാനും വർക്ക് ചെയ്തിട്ടുണ്ട്. മീഡിയയുടെ MD ആയിരുന്നു. അപ്പോൾ മീഡിയയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അപ്പോൾ മീഡിയയിലുള്ള 2002-2003 ഞാൻ ആ മീഡിയയിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ജീവൻ TV എന്നുള്ളത്. അപ്പോൾ ജീവൻ TVയുടെ ജീവൻ ഇങ്ങനെ കുറേശ്ശെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ അതിനകത്ത് കയറിയത്. അപ്പോൾ ഒരു മീഡിയയിലുള്ള കുറേ കാര്യങ്ങൾ, അപ്പോൾ ഞാൻ പലപ്പോഴും വേറെ 1-2 മീഡിയ ഒരു TV ചാനൽ കൊച്ചിയിൽ തുടങ്ങേണ്ടായി. അവിടുത്തെ ചേംബർ ഓഫ് കോമേഴ്സും കുറച്ച് അങ്ങനെയുള്ളൊരു ഗ്രൂപ്പ് കൂടിയിട്ട്, അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ എന്നെ ഒരു കൺസൾട്ടൻ്റായിട്ട് വെക്കാം, ഫ്രീ ഓഫ് കോസ്റ്റ് ഞാൻ വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് അതിൻ്റെ അകത്ത് ക്ലീനിങ് മുതൽ ഒരു സ്റ്റുഡിയോ എങ്ങനെ നടത്തണം, ഒരു എഡിറ്റിങ്ങിൽ എന്തൊക്കെയാണ് അപാകതകൾ നടക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഉണ്ടായിരുന്ന കാര്യങ്ങൾ, മറ്റ് ചാനലുകളുടെ പ്രോഗ്രാം അവിടെ എഡിറ്റ് ചെയ്ത്, നമ്മുടെ അവിടെയാണ് എഡിറ്റ് ചെയ്തിരുന്നത്. ഈവൻ കല്യാണ കാസറ്റ് വരെ എഡിറ്റ് ചെയ്തിരുന്നു. അതൊന്നും ആരും അറിഞ്ഞിരുന്നില്ല. സ്റ്റുഡിയോ ആണെങ്കിൽ, എൻ്റെ ലൈബ്രറി ആണെങ്കിൽ ഫുൾ ടൈം ഓപ്പൺ ആണ്, ആർക്കും കയറാം, എന്തും എടുക്കാം. മൊത്തത്തിൽ ഒരു സർക്കാർ സ്ഥാപനം എന്ന് പറയാൻ പറ്റില്ല, ഒരു നാദല്ല കളിയായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരു വർഷം വർക്ക് ചെയ്തപ്പോൾ ഒരു മീഡിയയുടെ എന്തൊക്കെയാണ്, ഒരു ചാനൽ മീഡിയയുടെ എന്തൊക്കെയാണ് പ്രോബ്ലംസ് എന്നുള്ളതും എത്ര ജോലിക്കാർ വേണമെന്നുള്ളതും അങ്ങനെ ഒരു വർഷക്കാലം ഞാൻ അതിനകത്ത് നിരന്തരമായിട്ട് വർക്ക് ചെയ്യണ്ടായി. എന്തായാലും ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് സോഷ്യൽ മീഡിയയ്ക്ക് വളരെ സജീവമായിട്ടുള്ള ഈ സമയത്ത് വിപിൻ ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങുകയും 9 വർഷം നീണ്ട 9 വർഷം വളരെ ഭംഗിയായിട്ട് നടത്താൻ സാധിച്ചു. ഒപ്പം തന്നെ ഇവിടെയുള്ള കച്ചവടക്കാരും ബിസിനസ്സിൽ വളരെ ഉയർന്നു നിൽക്കുന്ന വ്യക്തികളെ ഈ രംഗത്തേക്ക് കൊണ്ടുവരാനും, ഒപ്പം തന്നെ സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ AI കാര്യം പറഞ്ഞു. അപ്പോൾ വളരെയധികം കാര്യങ്ങൾ ഈ സ്ഥാപനം വഴി ചെയ്യുന്നുണ്ട്. ഇതെല്ലാം വിപിനെ ശക്തി തരട്ടെ. വിപിൻ ഇതിനെ ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് പോട്ടെ. ഈ അടുത്ത് തന്നെ വിപിൻ്റെ വലിയൊരു ചാനൽ, ഈവൻ ഇങ്ങനെയുള്ള വലിയ ചാനലായിട്ട് ഈ സ്ഥാപനം വളരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു. ജോയ് സാർ പാട്ട് പാടിയത് കണ്ടിട്ടുണ്ടോ? സത്യമായിട്ടും ജോയ് സാർ പാട്ട് പാടിയിട്ടുണ്ട്.
പാടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പം സാറ് പാടില്ല എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് സാറിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട് 2 വരി, കാരണം വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് സാറിന് വേണ്ടി ഞാൻ പാടാം. കണ്ണേ കലൈമാനെ കന്നിമയിലന കണ്ടേനുനൈതാനേ, കണ്ണേ കലൈമാനെ കന്നിമയിലന കണ്ടേനുനൈതാനേ, அந்திப்பகலுனை நான் பார்க்கிறேன், ஆண்டவனை நினைத்தான் கேட்டீரே, ராரிராரோ ஊராரிரோ, ராரிராரோ ഊരാരിരോ. നമ്മളിനി മലയാളി മീഡിയ ബ്രാൻഡ് അവാർഡ് 2026-ന്റെ അവാർഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അവാർഡ് നമ്മൾ വിതരണം ചെയ്യുക. ശരിക്കും അവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെക്കഗ്നിഷൻ തന്നെയാണ് അല്ലേ? അപ്പം ആദ്യം തന്നെ ഞാൻ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു യൂട്രിക് ആൻഡ് സ്റ്റെഫി. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എൻ്റെ പേര് യൂട്രിക്. ഞാനും സ്റ്റെഫിയും ഒരുപാട് നാൾ ബാസ്കറ്റ്ബോൾ കളിച്ചു, ഇന്ത്യൻ ടീമിൽ ഒരുപാട് നാളൊക്കെ കളിച്ചു. അപ്പോൾ ഇങ്ങനെ ഇത്രയും പ്രഗത്ഭരായ ആളുകളുടെ ഒരു സാന്നിധ്യത്തിൽ ഇങ്ങനൊരു അവാർഡ് ഞങ്ങൾക്ക് ലഭിച്ചതിൽ ഞങ്ങൾ വളരെയധികം സന്തുഷ്ടരാണ്. അതുപോലെ ഈ റെക്കഗ്നീഷനൊക്കെ നമ്മൾ നന്നായി കളിച്ചിരുന്ന സമയത്തും നല്ല എഫേർട്ട് ഇട്ട് നമ്മൾ രാജ്യത്തിന് വേണ്ടിയൊക്കെ ചെയ്തിരുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഇത്രയും വലിയ വേദികളിലൊക്കെ നമ്മൾക്ക് വരാൻ പറ്റണമെന്നും ഞങ്ങൾക്ക് ഒരുപാട് പേരെ ഇൻസ്പയർ ചെയ്യണമെന്നൊക്കെ. പക്ഷേ ഇന്ന് ഇങ്ങനൊരു വേദി കിട്ടിയതിൽ വളരെയധികം ഹാപ്പിയാണ്. അതിന് വിപിൻ ചേട്ടനോടും അതുപോലെ ഷേനോടും മലയാളി മീഡിയനോടൊക്കെ നന്ദി പറഞ്ഞുകൊള്ളുന്നു. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് അവാർഡ് ഗോസ് ടു മിസ് ഗായത്രി. നമസ്കാരം, എൻ്റെ പേര് ഗായത്രി. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഞാൻ യോഗയുടെ നാഷണൽ കോച്ചസ് ട്രെയിനിങ് കഴിഞ്ഞതാണ്. ഞാൻ ജോളി സാറിനെ അറിയാം. വൈബിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, മണപ്പുറത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്രീലാൻസായിട്ട് ചെയ്യുന്നു. ഈ അവാർഡ് എൻ്റെ പേരൻസിന് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. പിന്നെ ഇങ്ങനെ ഒരു അവസരം തന്ന മലയാളി മീഡിയ ടീമിനും നന്ദി രേഖപ്പെടുത്തുന്നു. പ്രത്യേകിച്ചും ജോളി സാർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അടുത്തതായിട്ട് നമ്മുടെ ഫാമിലിയിൽ തന്നെ ഒരു വളരെ നല്ല രീതിയിലൊരു സക്സസ് നേടിയ ഒരു വ്യക്തിയെ ആദരിക്കുകയാണ്, അഭിനന്ദിക്കുകയാണ് യഥാർത്ഥത്തിൽ. അനിക ബേബി വിപിൻ. അടുത്തതായി അനിക അവിടെ നിൽക്കൂ. പ്രാർത്ഥന ചൊല്ലിയ 3 മിടുക്കുകളുണ്ട്, അവർക്ക് ഒരു ചെറിയ ആദരം. അനിക, അവനിത ആൻഡ് ശ്രീലക്ഷ്മി. ഇനിയാണ് മലയാളി മീഡിയ ബ്രാൻഡ് അവാർഡിന്റെ ബിസിനസ് അവാർഡുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് തുടങ്ങുന്നത് തന്നെ കെയർ ബേക്സിന്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ KR ബാലൻ ഏറെ സ്നേഹത്തോടെ അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്തായാലും ഇത്രയും ഒരു വലിയ സദസ്സ് മലയാളം മീഡിയ വിപിൻ രാത്രിയൊന്നും പകലൊന്നുമില്ലാത്ത ജീവിതത്തിൻ്റെ കഠിനമായ പ്രയത്നത്തിൽ ഇത്രയും വലിയ ഒരു ഇന്ന് ലോകമറിയപ്പെടുന്ന ബിസിനസ് ഗ്രൂപ്പാണ് ഈ നിൽക്കുന്നതൊക്കെ. അതൊരു ചെറുപ്പക്കാരൻ്റെ സമ്പത്ത് കൊണ്ടോ മറ്റൊന്നുമില്ല, ആളുകളുമായുള്ള ആ സ്നേഹം പങ്കുവെക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഗുരു കൂടിയായ ഗോപാലനടക്കമുള്ള ഒരു വലിയ സദസ്സാണത്. അപ്പോൾ അതിനൊരു നമുക്ക് എല്ലാവർക്കും ഒരു അത്ഭുതമായി ചിന്തിക്കുവാനും എല്ലാമുള്ള ഒരു സമയമാണ്.
അനുജേട്ടനൊക്കെ എല്ലാം വ്യക്തികളെല്ലാം ഉണ്ട് ഇവിടെ. വളരെ സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം. താങ്ക് യു ബാലേട്ട, ഒരുപാട് സന്തോഷം. അടുത്തതായി സുരേഷ് കുമാർ മധുസൂദനൻ സർ ഏറെ സ്നേഹത്തോടെ മലയാളി മീഡിയയുടെ ആദരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വർഷവും ഈ വേദിയിൽ നിന്ന് തന്നെ ഇങ്ങനൊരു അവാർഡ് വാങ്ങിക്കാൻ വളരെയേറെ എനിക്ക് സാധിച്ചു. ഇപ്പം വിപിൻ വളരെയേറെ നിർബന്ധിച്ചു ഈ വർഷം തീർച്ചയായിട്ടും വരണമെന്ന്. എൻ്റെ സീകൾ എന്ന് പറയുന്ന കമ്പനിയുടെ 40th ആനിവേഴ്സറി സെലിബ്രേഷൻ ബോംബെയിൽ നടക്കുമ്പോൾ മലയാള മീഡിയ ഒന്നായിട്ട് അത് കവർ ചെയ്യാൻ വേണ്ടി അവിടെ വരികയൊക്കെ ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു തീർച്ചയായിട്ടും ഞങ്ങളുടെ അടുത്ത അവാർഡ് നൈറ്റിനകത്ത് വരണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത്. ഞാൻ ഈ മലയാളം മീഡിയയുടെ പ്രവർത്തനങ്ങൾ വളരെയേറെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. കാര്യം അതിൻ്റെ വളർച്ച കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പ്രത്യേകിച്ച് വിപിൻ്റെയും ഷഹാനയുടെയും നേതൃത്വത്തിലാണ് വളരെയേറെ നല്ല കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. പ്രത്യേകിച്ചും ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത എൻ്റർപ്രണേഴ്സിൻ്റെ എംപ്ലോയീസിന് വേണ്ടിയിട്ടുള്ള കലോത്സവം അതൊരു നല്ലൊരു കൺസെപ്റ്റാണ്. അപ്പോൾ അതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം തന്നെ ഈ മലയാളി മീഡിയ ബ്രാൻഡ് അവാർഡ് ഇന്ന് സംഘടിപ്പിച്ച് എല്ലാവിധ ആശംസകളും. നന്ദി, നമസ്കാരം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച് ജോയ് സാർ. ഒരുപാട് സന്തോഷം. അടുത്തതായി അടുത്ത ഒരു സെക്ഷൻ അവാർഡുകൾ നൽകുന്നതിന് വേണ്ടി ശ്രീ ഗോകുലം ഗോപാലൻ സാറിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഗോപാലേട്ട, അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി ഞാൻ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പ്രീ കൃഷ്ണദാസ് സാർ, നെഹ്റു ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ മാനേജിംഗ് ഡയറക്ടർ സാർ. നമസ്കാരം. ഈ വളരെ മനോഹരമായ ഈ വേദിയിൽ നിന്നുകൊണ്ട് കേരളത്തിലെ അതുപോലെ തന്നെ ഇന്ത്യയിലെയും ലോക നിലവാരത്തിലുള്ള ബിസിനസ് മാഗ്നറ്റുകളുടെ സാന്നിധ്യത്തിൽ ഈ അവാർഡ് സ്വീകരിക്കാൻ കഴിഞ്ഞതിൽ അത്യധികം സന്തോഷമുണ്ട്. മലയാളി മീഡിയ വിപിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 9 വർഷമായി നടത്തി വരുന്ന ഈ മീഡിയയിലെ ഇടപെടലുകൾ വളരെ വലിയ മേഖലയിലും പല മേഖലകളിലും വളരെ സ്വാധീനം ചെലുത്തുവാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്, ജെൻസിയുടെ കാലഘട്ടമാണ്. ആ ജെൻസിയുടെ കാലഘട്ടത്തിൽ ഇത്തരം മീഡിയകൾക്കാണ് ഏറ്റവും പ്രാമുഖ്യം. തീർച്ചയായും അതുപോലെയുള്ളൊരു വലിയ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഈ മഹത്തായ അവാർഡ് സ്വീകരിക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഗോപാലൻ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് സ്വീകരിക്കാൻ കഴിഞ്ഞാൽ അതിലും വലിയ സന്തോഷമാണ്. പല കാര്യങ്ങൾ കൊണ്ടും പല കാരണങ്ങൾ കൊണ്ടും അദ്ദേഹവുമായി അത്രയും അടുത്ത ഒരു ബന്ധവും പല കാര്യങ്ങളും ഉപദേശം തേടുവാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. ആ വലിയ മനസ്സിന് മുന്നിൽ എല്ലാവിധ സന്തോഷത്തോടെ സ്നേഹം അറിയിച്ചുകൊണ്ട് ഈ അവാർഡ് സ്വീകരിച്ച് മലയാളി മീഡിയ തന്ന ഈ അവാർഡ് എല്ലാ അർത്ഥത്തിലും വളരെ ഭംഗിയുള്ളതും അതുപോലെ തന്നെ ഏറ്റവും സൗന്ദര്യമുള്ളതും അതുകൂടാതെ ഏറ്റവും ഐശ്വര്യമുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അടുത്തതായി ഞാൻ സ്വാഗതം ചെയ്യുന്നു ശ്രീ ജോളി ആന്റണി. എല്ലാവർക്കും നമസ്കാരം. മലയാളി മീഡിയ ആയിട്ട് എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഒരു 2 വർഷത്തെ ബന്ധമുള്ളൂ. നിങ്ങൾ 9 വർഷം പ്രായമുള്ള 2-3 വർഷമായി. ഓക്കെ. പക്ഷേ വിപിൻ്റെ ടീമും നമ്മുടെ ഒരു ഫാമിലി മെമ്പർ പോലെയാണ് നമുക്ക് തോന്നുക. അതെന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ അവരുടെ വേ ഓഫ് ഡീലിംഗ്, പിന്നെ അവർ എപ്പോഴും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം നിങ്ങളുടെ ലീഡർഷിപ്പ് അൺഫിൽറ്റേഡ് അതിൽ വന്ന ആളുകളൊക്കെ ഓൾമോസ്റ്റ് ഇപ്പോൾ മന്ത്രിമാരായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇവരുടെ കണക്ഷൻ അപ്പോൾ ആ ലെവലിലും നല്ലതാണ്. നമ്മൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇത്രയും വലിയ ബിസിനസ് കമ്മ്യൂണിറ്റി, ഇത്രയും വലിയ ലീഡേഴ്സ് ഇവിടെയുണ്ട്. പക്ഷേ ഞാനിന്ന് കഴിഞ്ഞ പ്രാവശ്യം ഒരു ഇതിൽ വായിച്ചിരുന്നു, ഇന്ത്യയിൽ 1954 മുതൽ ഭാരതരത്ന അവാർഡുകൾ കൊടുക്കുന്നുണ്ട്. 53 പേർക്കെങ്ങാണ്ട് ഇതുവരെ ഭാരതരത്ന കൊടുത്തു എന്നാണ് പറയണത്. അതിലാകെ ഒരു ബിസിനസ്സുകാരന് മാത്രമേ
ഇന്ന് വരെ ഭാരത് രത്ന കിട്ടിയിട്ടുള്ളൂ. അത് JRD ടാറ്റയ്ക്കാണ്. JRD ടാറ്റയുടെ ആ സമയം കഴിഞ്ഞിട്ട് ഇന്ന് വരെ ഒരു ബിസിനസ്സുകാരന് ഭാരത് രത്ന കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത് വലിയ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. എന്ന് വെച്ചാൽ രാഷ്ട്രീയക്കാർക്കൊക്കെ ആവശ്യം പോലെ ഭാരത് രത്ന കിട്ടുന്നുണ്ട്, എൻജിനീയേഴ്സിനും ഡോക്ടേഴ്സിനും സയൻറ്റിസ്റ്റിനും ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ബിസിനസ്സുകാരെ എന്തുകൊണ്ട് അതിൽ പരിഗണിക്കണമെന്നില്ല എന്നുള്ളത് ഇപ്പോൾ ലാസ്റ്റ് ടൈം ഞാൻ ആ ഒരു ന്യൂസ് കണ്ടപ്പോഴാണ് ഞാനത് കണ്ടത്. അപ്പോൾ ഇനി എന്താ പറയുക, ബിസിനസ്സുകാരെയും അതിനൊക്കെ പരിഗണിക്കട്ടെ. ഇപ്പോൾ പുതിയ പാർട്ടികളൊക്കെ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ അതെ CJP വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം, വിദ്യാഭ്യാസമുള്ള ജനതയുണ്ട്, അവർക്ക് ജോലിയില്ല എന്നുള്ളതാണ്. പക്ഷെ ബിസിനസ്സുകാരായിട്ടുള്ള ആളുകൾ അവർക്കെല്ലാവർക്കും ജോലി കൊടുക്കാൻ ഇവിടെ ഉണ്ടായിട്ട് അവരെ അംഗീകരിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അത് വളരെ വിഷമമുള്ള കാര്യമാണ്. എന്തായാലും മലയാളി മീഡിയയുടെ ഈ ഒരു അവാർഡ് കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അത് ഗോപാലേട്ടൻ്റെ കയ്യിൽ നിന്ന് റിസീവ് ചെയ്യാൻ പറ്റിയതിൽ അതിലും വലിയ സന്തോഷമുണ്ട്. താങ്ക് യു വിപിൻ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു ജോളി ചേട്ടാ. ശരിയാണ്, കാരണം ഞാൻ ഉൾപ്പെടെയുള്ള എത്ര ലക്ഷം ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് അറിയാം. അത്രയും വളരെ മഹനീയമായ ഒരു സദസ്സാണ്. ഗോപാലേട്ടൻ്റെ 2 വാക്ക്. പ്രിയമുള്ള വിപിൻ, എൻ്റെ സഹോദരി സഹന, ഇവിടുത്തെ മുഖ്യമായ എൻ്റെ പ്രിയങ്കരൻ്റെതായ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ഈ കാലത്തിൽ മീഡിയക്ക് വലിയ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കാരണം മീഡിയയിൽ വലിയ ബുദ്ധിമുട്ടുകളുണ്ടാകും. ഞാനൊരു ചാനൽ, ഒരു മീഡിയൻ്റെ ചെയർമാനാണ് ഞാനും. പക്ഷെ എന്നാൽ അതിൻ്റെ കൂടുതൽ ഇൻവോൾവ്മെൻ്റ് ഇല്ലെങ്കിലും അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കറിയുന്ന ആളാണ്. അതേ സമയത്ത് ഒരു മീഡിയ എങ്ങനെ നടത്തണം എന്നുള്ളത് വളർന്നു വരുന്ന എങ്ങനെ നടത്തണമെന്ന് ശരിക്കും മനസ്സിലാക്കി വളർന്നു വരുന്ന ഒരാളാണ് വിപിൻ. കാരണം ഇത്രയും നല്ല ബിസിനസ്സുകാരെ ഒരുമിച്ച് കൊണ്ടുവരുവാനും അവരെ ഒരു കുടക്കീയിൽ കൂട്ടി നിർത്തി അവരെ കാര്യങ്ങൾ മനസ്സിലാക്കി അവരെപ്പറ്റി കൂടുതൽ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വേദി ഉണ്ടാക്കുന്ന ഒരാളാണ് വിപിൻ. വിപിനെ ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്കൊരു സാധാരണ മീഡിയക്കാരെല്ലാവരും ഒരു 2 ഇൻ്റർവ്യൂ കഴിച്ച് വല്ല പരസ്യങ്ങളുമായി പോകാറ് സാധാരണ അങ്ങനെ. പക്ഷെ അത് വിപിൻ്റെ കാര്യത്തിൽ കുറച്ച് വ്യത്യസ്തത ഞാൻ കണ്ടു. മാത്രമല്ല നല്ല എല്ലാ ബിസിനസ്സുകാരെയും കൂട്ടിയിണക്കിക്കൊണ്ട് ആ ബിസിനസ്സുകാരുടെ സപ്പോർട്ടിൽ സമൂഹത്തെ സേവനം ചെയ്യുക എന്ന ഒരു ഉദ്ദേശത്താണ് പുള്ളിക്കാരൻ ചെയ്തത്. അത് ഏറ്റവും നല്ല കാര്യമാണ്. കാരണം നല്ലവരായി കെട്ടവരെ നമ്മളിപ്പോൾ ഇവർക്ക് ഒന്ന് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. പക്ഷേ നെഗറ്റീവാണ് എല്ലാ മീഡിയയിലും കൊണ്ടുവരിക, എന്നാൽ മാത്രമേ മീഡിയക്ക് സ്ഥാനം ഉണ്ടാവും. പക്ഷേ അതേ സമയത്ത് നല്ലവരെ കൊണ്ടുവന്നാൽ ആരും നോക്കാനുണ്ടാവില്ല. പക്ഷേ നല്ലവരെ കൊണ്ടുവന്ന് അത് എടുത്തു കാണിച്ചുകൊണ്ട് സമൂഹത്തിൽ അവർ എത്രത്തോളം പ്രാധാന്യം അറിയിക്കുന്നുണ്ട് എന്ന് കാണിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് വിപിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഈ മീഡിയ നന്നായി. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഇന്ന് ഇപ്പോൾ ജോയൊക്കെ ഇന്ന് രാഷ്ട്രീയത്തിൽ പോയാൽ മുഖ്യമന്ത്രി ആവുമായിരുന്നു, അത്ര രീതിയിലുള്ള പ്രവർത്തനമൊക്കെ ആയിരുന്നു. പക്ഷെ അദ്ദേഹം ബിസിനസ്സിലായതുകൊണ്ട് ഇന്ന് നമ്മളെ ഒരു മീറ്റിങ്ങിൽ വിളിക്കുവാണെങ്കിൽ ഇവിടുത്തെ കൗൺസിലർ കഴിഞ്ഞിട്ട് അവരെ വിളിക്കും. അതാണ് ഒരു അത് വ്യത്യാസമുള്ളത്. പക്ഷെ നമ്മളിത് മനസ്സിലാക്കിക്കൊണ്ട് ബിസിനസ്സുകാർ മുന്നോട്ട് പോകണം. നമ്മൾ 24 മണിക്കൂറും കഷ്ടപ്പെട്ട് നമ്മൾ എത്രയോ പേർക്ക് ജോലി കൊടുത്ത് രാഷ്ട്രത്തിൻ്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി എന്തൊക്കെ വ്യവസായങ്ങൾ എല്ലാത്തും കൊണ്ട് നമ്മുടെ ടാക്സ് മുഴുവനും നമ്മളിൽ നിന്ന് പിരിച്ചെടുത്ത് ഭരണം നടിച്ചിട്ട് ഭരണം നടത്തുന്ന ഒരു ഗവൺമെൻറ് നമുക്ക് കൂടുതൽ സ്ഥാനം തരുന്നില്ല എന്നൊരു സത്യം നമുക്ക് നിലനിൽക്കുന്നുണ്ട്. ഈ സത്യം നമ്മൾ മനസ്സിലാക്കി നമുക്കൊരു കൂട്ടായ്മ ഉണ്ടായിരിക്കണം എന്നാണ് എൻ്റെ അറിവ്. ആ കൂട്ടായ്മ ഞാൻ വിപിനെ ഏൽപ്പിക്കുകയാണ്. കാരണം ഈ കൂട്ടായ്മ നല്ലൊരു കൂട്ടായ്മയായിരിക്കണം. ആ കൂട്ടായ്മയിൽ നമ്മൾ ഒരു ഏത് കാര്യങ്ങൾ തീരുമാനിക്കുമ്പോഴും ഇത് നമ്മളൊരു സഹകരണം അല്ലെങ്കിൽ നമ്മുടെ ഒരു ഉപദേശം, ഒരു നിർദ്ദേശം അവർ വാങ്ങിക്കാനുള്ള, ഇവിടുത്തെ ഗവൺമെൻറ് വാങ്ങിക്കാനുള്ള ഒരു ശക്തി നമ്മൾ ഈ കൂട്ടായ്മക്ക് ഉണ്ടാകണം. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് നമുക്ക് പ്രസംഗിച്ചിട്ട് തീർക്കുന്നല്ല, ഇത് മാനസികമായി നമുക്കത് ഒരുങ്ങണം. അതിന് ഇവിടുത്തെ വളരെ വലിയ മുഖ്യമായ ആളുകളൊക്കെ ഉണ്ട്. നമ്മളെ ഇന്ന് വളർന്നു വരുന്ന ഒരാളാണ് മെഡിമിക്സിൽ അനൂപ്. വളരെ നല്ല, അതായത് ഇന്ന് സൗത്ത് ഇന്ത്യയിൽ മുഴുവനും പടർന്നു നിൽക്കുന്ന ബിസിനസ്സിൻ്റെയും എല്ലാത്തിൻ്റെയും മാത്രമല്ല ഏത് സാമൂഹിക പ്രസ്ഥാനത്തിലും ഇടപെട്ട് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അദ്ദേഹം. നമ്മൾ ഇത് പ്രസൻറ്റ് ചെയ്യുന്നത് അല്ലേ ഫസ്റ്റ്. അതെ, അപ്പോൾ അതൊക്കെ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ വളരെ ഇൻവോൾവ്മെൻറ്റ് ചെയ്യുന്ന ആളാണ്. പിന്നെ നമ്മുടെ മുഖ്യമായ ആളുകളുണ്ട്. സോഹൻ സാറൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ സിനിമാ ലോകത്തിൽ കൂടി
പുതിയ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. അതൊക്കെ കാരണം അത് എത്രത്തോളം പ്രസിദ്ധമാകുന്നുണ്ടെന്നുള്ളതല്ല, അവരുടെ മാനസികമായിട്ടുള്ള ശക്തി അത് അതായത് ഈ സമൂഹത്തിലുള്ള അനീതികൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അതിനെ തരണം ചെയ്യാനുള്ള പ്രവർത്തനങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഒരു ബിസിനസ്സുകാരന് സാധിക്കുന്ന പോലെ വേറെ ആർക്കും സാധിക്കുകയില്ല. അതുകൊണ്ട് ആ ബിസിനസ്സുകാരെല്ലാവരും ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു മനോഭാവത്തോടു കൂടി നമ്മൾ പ്രവർത്തിക്കണം. എന്ന് കഴിഞ്ഞാൽ തീർച്ചയായും ഒരു സത്യമുണ്ടെങ്കിൽ, സൗഹാർദ്ദമുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും ഏത് ബിസിനസ്സും വിജയിക്കും എന്നുള്ള ഒരൊറ്റ വിശ്വാസക്കാരനാണ് ഞാൻ. അപ്പോൾ എന്തായാലും വിപിന് എല്ലാ ആശംസകളും ഞാൻ അർപ്പിക്കുകയാണ്. അവൻ്റെ ഈ പരിശ്രമത്തിൽ ഏറ്റവും നല്ല വിജയം ഉണ്ടാകാനും എല്ലാ ബിസിനസ്സുകാരും ചേർത്ത് നല്ല കാര്യങ്ങൾ മാത്രം അവരെടുത്ത് കാണിക്കുകയും, കാരണം ഏത് മനുഷ്യനെ ചീത്തയാക്കാനും നന്നാക്കാനൊക്കെ സാധിക്കുന്ന ഒരു വിഭാഗമാണ് ഇവർ. പക്ഷേ എന്ത് ഉള്ളിൽ ചീത്തയാണെങ്കിൽ എത്ര നന്നാക്കിയാലും അത് ഗുണവും ഉണ്ടാവില്ല. അത് സത്യം തന്നെയാണ്. അത് സത്യം മാത്രമേ വിജയിക്കുകയുള്ളൂ. ആ സത്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിങ്ങൾ ഓരോ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ ശക്തി നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. പിന്നെ സഹന നല്ല പാട്ടുകാരിയാണ്. ഇവിടെ ഞാൻ പാട്ട് കേട്ടില്ല, പക്ഷെ ഞാൻ ഒരു പ്രാവശ്യം പാസ് കേട്ടു. അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് എനിക്ക് എൻ്റെ ഒരു അറ്റൻഡ് ചെയ്യാനുള്ളതുണ്ട്. നിങ്ങളെ സുഹൃത്തുക്കളൊക്കെ എന്നോട് പറഞ്ഞു നല്ല പാട്ട് പാടും വിഭിന്ന, പക്ഷെ ഒരു പാട്ട് ഇപ്പൊ ഒന്ന് പാടിക്കാൻ. തീർച്ചയായിട്ടും ഏത് പാട്ടാണ് ഇഷ്ടമുള്ള? ഏത് പാട്ടായാലും നിങ്ങൾക്ക് താല്പര്യം, നിങ്ങൾക്കുള്ള ഏറ്റവും ഇഷ്ടമുള്ള പേര്. അങ്ങനെയല്ലേ, എനിക്ക് ഒരു പാട്ട് പറഞ്ഞാൽ മതി, അപ്പൊ എനിക്ക് അത് പാടാൻ. അങ്ങനെയാണെങ്കിൽ ഒരു പാട്ട് പാടിയിട്ട് പോയാ മതി. അങ്ങനെ പറ ഡാഡി, പാടാൻ പാടെന്ന് പറയല്ലാതെ ഇതുവരെ ആന്റണി പാടിയിട്ടേ ഇല്ല. ഇങ്ങനെ നമ്മള് തമാശ പാടി കൺമഷി പോലെ കനവിൽ പെൺകിളി പോലെ കാത്തിരിക്കാൻ കൂട്ടുപോകും കുരുവികളിൽ. എന്നാണതോ ഏതാണതോ ഗോപാലേട്ടൻ എന്നെ മോട്ടിവേറ്റ് ചെയ്ത് ഞാൻ പാടിയതാണ് കേട്ടോ. ഗോപാലേട്ടന് ഒരു ചെറിയൊരു ആദരം മലയാളി മീഡിയയുടെ ഭാഗത്തു നിന്ന്. ജോയ് സർ, അടുത്തതായി മലയാളി മീഡിയയുടെ താങ്ങും തണലുമായ അനൂപ് സാറിനെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. മലയാളി മീഡിയയുടെ മറ്റൊരു എഡിഷനാണ് ഇന്നിവിടെ സംഭവിക്കുന്നത്. 9 വർഷമായി സോഷ്യൽ മീഡിയയിലൂടെ ജനശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു ചാനൽ. അതിനെപ്പറ്റി എല്ലാവരും കൂടെ സംസാരിച്ച് കഴിഞ്ഞു. വ്യക്തിപരമായിട്ട് എനിക്കും വിപിനെയും ടീമിനെയും വളരെ ഇഷ്ടമുള്ള ഒരു ടീമാണ്. പ്രത്യേകിച്ച് ഇന്നിവിടെ വന്നിരിക്കുന്ന മിക്കവാറും എല്ലാ ബിസിനസ് മാഗ്നറ്റുകൾ എന്ന് തന്നെ പറയാവുന്ന വ്യക്തികൾ അവരുടെ യൂട്യൂബ് ചാനലിലൂടെ സംസാരിക്കുന്നതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരുടെ ചാനലിൽ എപ്പോഴും നമ്മൾ ആര് സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാലും അതിനകത്തൊരു പോസിറ്റീവ് ടച്ച് ഉണ്ടാവും. പലരും നെഗറ്റീവ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പോപ്പുലാരിറ്റി നേടുന്നത്. പക്ഷേ വിപിൻ, ഷഹാനയുടെ ഇൻ്റർവ്യൂ ആണെങ്കിലും പോസിറ്റീവ് കാര്യങ്ങൾ ഇതുവരെ ചോദിച്ചിട്ടുള്ളൂ. ദേഷ്യപ്പെടേണ്ടി വന്നിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? അപ്പം അങ്ങനെ ഒരു നല്ല കാര്യമുണ്ട്. അതുതന്നെയാണ് എല്ലാ വർഷവും ഇവിടെ വരാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. അവരുടെ മലയാളി മീഡിയ കലോത്സവവും നല്ലൊരു ആശയമാണ്. ഇത്തവണ ജോയ് ആലുക്ക സാറ് അത് ഉദ്ഘാടനം ചെയ്തു. അതിലും വളരെ സന്തോഷമുണ്ട് ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്തതിൽ. അദ്ദേഹവും ഈ പറഞ്ഞ മാതിരി കലാകാരനാണ്, ബിസിനസ്സുകാരനാണ്. എനിക്ക് വേറൊരു സന്തോഷമുള്ളത്, ഞങ്ങളുടെ രണ്ടുപേരുടെയും പുസ്തകം ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ വെച്ച് ഒരേ ദിവസം ഒരേ സമയത്താണ് പ്രകാശനം ചെയ്യപ്പെട്ടത്. വ്യത്യസ്ത ഹാളുകളിലായിരുന്നു എന്ന് മാത്രം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകം ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്നു. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞല്ലോ, എനിക്ക് ജീവൻ ടി വിയുടെ ഉണ്ടായിരുന്ന സമയത്ത് എന്ത് പണിയെടുക്കാനും അറിയാമായിരുന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയത് സാറ് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. DC ബുക്സിൽ ഞാൻ എൻ്റെ പുസ്തകത്തിൻ്റെ അവിടെ ടൈപ്പിംഗ് നടക്കുന്ന സമയത്ത് പ്രൂഫ് റീഡിങ്ങിന് വേണ്ടി ചെന്നപ്പോൾ എൻ്റെ മനസ്സിലുള്ള വിചാരം എന്താ വെച്ചാൽ ഇത് ഞാൻ മാത്രം ചെയ്യുന്ന കാര്യമാണെന്ന്.
ഞാൻ അവിടെ ചെല്ലുമ്പോൾ സാറും ആ പണി അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെയുള്ളവരാണ് ഈ നിലയിലേക്ക് ലോകത്തിൻ്റെ തന്നെ നെറുകയിലേക്ക് എത്തിപ്പെട്ട വ്യക്തിത്വങ്ങളാണ്. ഗോപാലട്ട് ഇപ്പോൾ ഇവിടെ പറഞ്ഞു പോയി. അങ്ങനെയുള്ള ബാക്കി ഇവിടെ ഇരിക്കുന്നവ എല്ലാവരും ഓരോരുത്തരെ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ചിലപ്പോൾ ഷാഹാൻ എന്നോട് നിർത്താൻ പറയും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. സോഹൻ റോയ് സാറായാലും ഇവരെല്ലാവരും ഇവിടെ ഉണ്ട്. കോട്ടക്കലിൻ്റെ വാര്യർ സാറുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ മെഡിമിക്സ് പലപ്പോഴും സിനിമാ നിശകൾ, താരനിശകൾ സ്പോൺസർ ചെയ്യാറുണ്ട്, ഞാൻ പങ്കെടുക്കാറുണ്ട്. പ്രത്യേകിച്ച് ചാനലുകളുടെ ഇതിൽ അവിടെ എല്ലാം താരങ്ങൾ വരാറുമുണ്ട്. പക്ഷേ എനിക്ക് ഇന്ന് തോന്നുന്നു ഇന്നാണ് ഞാൻ ശരിയായ താരദിശയിൽ പങ്കെടുക്കുന്നത്. കാരണം ഇന്നിവിടെ വന്നിരിക്കുന്നവരാണ് ശരിക്ക് അക്ഷരാർത്ഥത്തിൽ താരങ്ങൾ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രത്യേകം അഭിനന്ദനങ്ങൾ. ഇവിടെ പറഞ്ഞ മാതിരി നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഗംഭീരമാകട്ടെ. അതുപോലെ ഇവിടെ അവാർഡ് കിട്ടിയ ആളുകൾ, എന്തെല്ലാം പ്രതിസന്ധികളാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ബിസിനസ് രംഗത്ത്. ഇപ്പോഴാണെങ്കിലും ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ മേഖലയിലും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. അത് തരണം ചെയ്യുക എന്നുള്ളത് നമ്മൾ ഓരോ ബിസിനസ്സുകാരുടെയും കഴിവാണ്. അത് അവരവരുടെ മേഖലയിൽ പിടിച്ചു നിൽക്കാം, അല്ലേ? ഇപ്പോൾ എൻ്റെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഗ്യാസ് കിട്ടാണ്ടായി. എനിക്ക് എല്ലാ സ്റ്റേറ്റിലും ഫാക്ടറി ഉണ്ട്. ഗ്യാസ് വെച്ചുകൊണ്ടാണ് സോപ്പ് ഉണ്ടാക്കിയിരുന്നത്. ഗ്യാസ് കിട്ടാനില്ല. അപ്പോൾ അതൊരു വലിയ പ്രതിസന്ധിയായിരുന്നു. പക്ഷെ ഞങ്ങൾ ട്രഡീഷണൽ വേല് മുമ്പ് 3 കല്ല് വെച്ച് അടുപ്പുണ്ടാക്കി സോപ്പുണ്ടാക്കി തുടങ്ങിയ പാരമ്പര്യം ഉള്ളത് കൊണ്ട് 2 ദിവസം കൊണ്ട് അത് വിറകിലേക്ക് മാറ്റാൻ സാധിച്ചു. പക്ഷെ ഒരു ബിസിനസ്സുകാരൻ്റെ നേട്ടമെന്ന് പറയുന്നത് അതിലൂടെ ഞങ്ങൾ പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇനി മുതൽ ഗ്യാസ് തന്നെയാണ്, ഗ്യാസ് ഇല്ലാതിരിക്കാൻ നല്ലത്, വിറക് തന്നെയാണ് ലാഭം എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാം. കാരണം ഇന്നത്തെ ഗ്യാസിൻ്റെ വില വെച്ച് സോപ്പുണ്ടാക്കിയ സോപ്പ് ഈ 35 രൂപയ്ക്ക് വിൽക്കാൻ പറ്റില്ല എന്നുള്ള ഒരു നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം ഇത്തരം പ്രതിസന്ധികൾ ഞങ്ങളെപ്പോലുള്ളവർ നേരിടുമ്പോൾ ഇന്നിവിടെ അവാർഡ് വാങ്ങാൻ വന്നിരിക്കുന്ന എത്രയോ പുതിയ തലമുറയിലെ ബിസിനസ്സുകാരുണ്ട്. അതുപോലെ സ്പോർട്സ് രംഗത്തുള്ളവരെയും പലരെയും ഇവിടെ നമ്മൾ കാണുകയുണ്ടായി. അവരെല്ലാം അവരുടെ മേഖലയിൽ കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്ത് ഉയർന്നു വരുന്നവരാണ്. അവരെ ഇവിടെ കൊണ്ടുവരാൻ കാണിച്ച നിങ്ങളുടെ ആ നല്ല മനസ്സിനെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. മലയാളി മീഡിയ ബ്രാൻഡ് അവാർഡ്സിന് എല്ലാ ആശംസകളും. ഒരു പരസ്യമായ രഹസ്യം പറയാനുണ്ട്. മലയാളി മീഡിയ ഇതുവരെ മലയാളത്തിലുള്ള ഇൻ്റർവ്യൂസാണ് എടുത്തിട്ടുള്ളത്. മലയാളി മീഡിയ പുറത്തേക്ക് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് തമിഴിൽ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അത് വേറെ ആരുമല്ല, ഞാൻ തന്നെയാണ് ഇൻ്റർവ്യൂ ചെയ്തിരിക്കുന്നത്. അനൂപ് സാറിന് തമിഴിൽ ഒരു ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ തമിഴ് എപ്പിടി ഇருக்கு സാർ? ரொம்ப நல்லா இருக்கா? ദൈവം സഹായിച്ച് ആ ഇൻ്റർവ്യൂ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് അല്ലെങ്കിൽ എത്ര തമിഴന്മാർ ആത്മഹത്യ ചെയ്യുമെന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി അതിൻ്റെ ഇൻട്രോ എനിക്ക് ആ ഒരു ഇതിലങ്ങ് കിട്ടുന്നില്ല. എന്നിട്ട് അനൂപ് സാറിൻ്റെ അവിടെ ജോലിക്ക് നിൽക്കുന്ന ആളാണ് എന്നെ പഠിപ്പിച്ചത്. അനേത്ത് മക്കൾക്കും വണക്കം, അങ്ങനത്തെ ഡയലോഗ്സ് ഒക്കെ എന്നെ പഠിപ്പിച്ചത് അവിടെ നിന്നാണ്. അപ്പം ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മൊമെൻറ്റ് ഞാൻ പറയാൻ റീസൺ, നമ്മളെല്ലാവരും പ്രിപ്പയർ ചെയ്ത് പോയി ഇൻ്റർവ്യൂ എന്നുള്ളതാണല്ലോ. പക്ഷേ ഈ ഓൺട്രപ്രണേഴ്സൊക്കെ വളരെ ഫ്രീ ആയിട്ട് എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയാലും ആ മിസ്റ്റേക്കിനെ വളരെ നല്ല രീതിയിൽ അതിനെ അങ്ങ് ഹാൻഡിൽ ചെയ്യായിരുന്നു. സാർ ശരിക്കും എന്നെ സഹിക്കായിരുന്നു അല്ല ഇൻ്റർവ്യൂവിൽ? അല്ല, ഒന്നും കൂടെ പഠിച്ചാൽ മതി തമിഴ്. തീർച്ചയായിട്ടും അവിടെ തമിഴ് ആൾക്കാർക്ക് ഷഹാനെ ഇഷ്ടപ്പെടും. ചോദിക്കുന്ന രീതികൾ, തമിഴ് വാക്കുകൾ മാത്രം ഒന്നും കൂടെ ഇമ്പ്രൂവ് ചെയ്താൽ മതി. തമിഴ് ഇൻ്റർവ്യൂ ഞങ്ങളെല്ലാം എടുത്ത് വളരെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എനിവേസ് താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ആൻഡ് വളരെ ബ്രേവ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ് ഞാൻ കണ്ടതിൽ വെച്ച്. മലയാളി മീഡിയയുടെ ഒരു ഗാർഡിയൻ കൂടിയാണ്. മലയാളി ബിസിനസ് ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ അത് നല്ല രീതിയിൽ കൊണ്ടുവരാൻ സാധിച്ചത് അനൂപ് സാർ കാരണമാണ്. പിന്നെ അനൂപ് സാർ നന്നായിട്ട് അഭിനയിക്കും. അനൂപ് സാറിൻ്റെ അഭിനയം ഇവിടെ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ അനൂപ് സാർ വളരെ നന്നായിട്ട് അഭിനയിക്കും. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ജഡ്ജായിട്ട് അഭിനയിച്ചു. അത് വളരെ രസകരമായിട്ടുള്ളൊരു ജഡ്ജായിരുന്നു, ഒരു ക്രൂരനായ ജഡ്ജായിരുന്നു. പക്ഷെ അതൊക്കെ അതെ ഉണ്ടായിരുന്നു. സോ നാടകം അഭിനയിച്ചു, ഞങ്ങൾ കണ്ടു. പിന്നെ റൊമാൻറ്റിക് ഹീറോ ആയിട്ടായിരുന്നു കേട്ടോ അതിലഭിനയം. യെസ് സാർ. അതുപോലെ തന്നെ സാറിന് ഏവിയ പ്രൊഡക്ഷൻസ് ഉണ്ട്. നമ്മൾ കണ്ടിട്ടുള്ള വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള അമ്പിളി, അതുപോലെ തന്നെ എസ്ര, ക്രിസ്ത്യൻ ബ്രദേഴ്സ്, ഒരുപാട് അങ്ങനെ നല്ല നല്ല സിനിമകൾ ചെയ്തിട്ടുള്ള ഏവിയ പ്രൊഡക്ഷൻസ്, മേളം കറി മസാല, സഞ്ജീവനം ആയുർവേദ ഹോസ്പിറ്റൽ, മെഡിമിക്സ്, അങ്ങനെ നിരവധി ബിസിനസ്സുകളുടെ അമരക്കാരനാണ് സാർ. അടുത്തതായി സാറിൻ്റെ കയ്യിൽ നിന്നും അവാർഡ് മേടിക്കുന്നതിന് വേണ്ടിയിട്ട് 2 പേരെ ഞാൻ ക്ഷണിക്കുകയാണ്. ആദ്യം തന്നെ മണപ്പുറം ഫൗണ്ടേഷൻ്റെ CEO ആയിട്ടുള്ള ജോർജ് ഡി ദാസ് സാർ.
മലയാളി മീഡിയ ആയിട്ട് 4-5 വർഷമായിട്ടുള്ള കണക്ഷനാണ്. വളരെ എല്ലാവരും പറഞ്ഞ പോലെ എല്ലാവരുമായിട്ട് വളരെ വലിയൊരു സൗഹൃദം കൊണ്ടു നടക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഇവരുടെ ഒരു പ്രോഗ്രാമിൽ വരുന്നത്. പക്ഷെ വളരെ വെൽ ഓർഗനൈസ്ഡ് ആണ്. നല്ല ഒരു ഗ്രേഡിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. മലയാളി മീഡിയയ്ക്ക് എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു. മണപ്പുറം ഫിനാൻസിന്റെ മാനേജിംഗ് ഡയറക്ടർ ചെയർമാനായിട്ടുള്ള നന്ദകുമാർ സാർ ഈ ഒരു പരിപാടിയിൽ വരാൻ സാധിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ചെറിയ ഒരു വീഡിയോ ക്ലിപ്പ് നമുക്ക് കാണാം. മെയ് 22-ന് നടക്കുന്ന മലയാളി മീഡിയ ബ്രാൻഡ് അവാർഡ് 5ാമത്തെ എഡീഷനിൽ പങ്കെടുക്കാൻ എനിക്ക് വലിയ ആഗ്രഹം ഉണ്ട്. പക്ഷെ അന്ന് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ട്രാവൽ ചെയ്യാണ് ബോംബെക്ക്. തീരെ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അല്ലെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പങ്കെടുക്കും. മലയാളി മീഡിയയെക്കുറിച്ച് അതിൻ്റെ ഓൺടർപ്രണേഴ്സിനെ കുറിച്ചും എനിക്ക് വലിയ അഭിപ്രായമാണുള്ളത്. കാരണം എന്താ വെച്ചാൽ വളരെ ഏറ്റവും ഒന്നുമില്ല, ഗ്രാസ് റൂട്ടിൽ നിന്ന് വന്നുകൊണ്ട് അവരിത്രയും അധികം ഒരു ക്ലയൻറ്റീലൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അവർക്ക്. ഞാൻ അവിടെ ഇപ്പോൾ ഇങ്ങനെയുള്ള അവാർഡ് നൈറ്റിൽ പോകുമ്പോൾ കാണാറുണ്ട് ഹോള് നിറയെയുള്ള ആളുകൾ. അത് ഇത്രയും ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു നേട്ടമാണ്. മാത്രമല്ല ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു അവർ AI ഡ്രിവൺ ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാൻ പോകുന്നു. പിന്നെ അവർ സിറ്റികളിലേക്കൊക്കെ പോകാൻ പോകുന്നു. ഒരു നാഷണൽ ബ്രാൻഡ് ഇൻ്റർനാഷണൽ ബ്രാൻഡായിട്ട് മാറാനുള്ള താല്പര്യമൊക്കെ അത് സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ മലയാളി മീഡിയയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം തന്നെ ഈ അവാർഡിന് അർഹരായിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും എല്ലാ വർഷത്തെയും പോലെ ഏറ്റവും അർഹരെയാണ് അവർ തിരഞ്ഞെടുക്കാറ്. അവരെയും കൂടെ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. അടുത്തതായി ഒരു അവാർഡ് കൂടെ നൽകുന്നതിന് വേണ്ടിയിട്ട് മണപ്പുറം ഫിനാൻസിൻ്റെ മാനേജറായിട്ടുള്ള അഷ്റഫിക്ക. ഏറ്റവും സ്നേഹം നിറഞ്ഞ മലയാളി മീഡിയയുടെ സഹപ്രവർത്തകർ, ഞങ്ങളെ സംബന്ധിച്ച് വിപിനുമായിട്ടുള്ള അല്ലെങ്കിൽ ഷഹനുമായിട്ടുള്ള ആ സൗഹൃദം മലയാളി മീഡിയ എന്ന് തുടങ്ങിയോ അന്നു മുതൽ തന്നെ മണപ്പുറം ഫിനാൻസായിട്ട് വളരെ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഒരു ടീം അംഗങ്ങളാണ്. പ്രത്യേകിച്ച് നന്ദകുമാർ സാറിന് മലയാളി മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിളിക്കുന്ന എല്ലാ പ്രോഗ്രാമുകളും എത്തുവാനായിട്ട് വളരെയധികം സന്തോഷമുള്ളതാണ്. പ്രത്യേകിച്ച് ഇന്ന് സാർ വരേണ്ടതായിരുന്നു. പക്ഷേ നാളെ ബാംഗ്ലൂർ പുതിയൊരു ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സാർ ബാംഗ്ലൂർക്ക് പോയതുകൊണ്ട് മാത്രമാണ് ഇന്ന് വരാതിരുന്നത്. മലയാളി മീഡിയ എന്നും ഉയരങ്ങളിലേക്ക് പോകട്ടെ. അതോടൊപ്പം തന്നെ ലയൺസ് ക്ലബിൻ്റെ ഒരു ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണറാണ് ഞാൻ. 2027 ഡിസ്ട്രിക്ട് ഗവർണർ ആകുന്നത്. തീർച്ചയായിട്ടും മലയാളി മീഡിയയുടെ എല്ലാവിധ സപ്പോർട്ടും ലയൺസ് ക്ലബ് ഇൻ്റർനാഷണലിനും കൂടെ ഉണ്ടാകണമെന്നുകൂടി റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഓൾ. Thank you Ashrafika. Thank you so much. Medimix presents Malayali Media Brand Award 2026 powered by Chicking. ചിക്കിങ്ങിൻ്റെ സാരഥികൾ ഇവിടെ ഇല്ല, പക്ഷേ ചിക്കിങ്ങിൻ്റെ സ്റ്റാഫ് ഇവിടെ ഉണ്ട്. ഏറെ സ്നേഹത്തോടെ മലയാളി മീഡിയയുടെ ബ്രാൻഡ് അവാർഡിൻ്റെ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. On behalf of Mansur sir, it's me Dia Vincent, checking in a marketing behalf on present ചെയ്യാണ്. ഈ ഒരു ഇവൻറ്റ് ഇത്രയും എല്ലാ ബിസിനസ് ഐക്കൺസ് എല്ലാവരുടെയും ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ് ഫോർ മീ ആൻഡ് ഷഹാന, വിപിൻ, ഇവരെല്ലാവരും ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരായിട്ട് സംസാരിച്ചപ്പോഴും ഇത്രയും ഫ്രണ്ട്ലി ആയിട്ട് കാര്യങ്ങളെല്ലാവരെയും ഞാൻ നോക്കുമ്പോൾ ഷഹാന എല്ലാവരായിട്ടും നല്ല കണക്ഷനാണ്. അപ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് എ ഗ്രേറ്റ്, നിങ്ങൾ തമ്മിൽ എല്ലാവരായിട്ടും നല്ലൊരു കണക്ഷൻ ഉള്ളത് ഇറ്റ്സ് വെരി ഗുഡ് തിങ്. ആൻഡ് എനിവേ താങ്ക് യു സോ മച്ച്. താങ്ക് യു റിയ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അടുത്തതായി മലയാളി മീഡിയയുടെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള ഒരു വ്യക്തിയെ ഞാൻ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വർഗീസ് സർ. മലയാളി മീഡിയയുമായിട്ട് പല വർഷങ്ങളുടെയും ബന്ധമുണ്ട്. ഒരുപക്ഷെ ഒരു നിമിത്തമാണെന്ന് പറയാം. മലയാളി മീഡിയയുമായിട്ട് ഞാൻ കുറച്ച് ആഴത്തിലുള്ളൊരു ബന്ധമാണുള്ളത് കഴിഞ്ഞ വർഷങ്ങളിലൂടെ ഉണ്ടായിട്ടുള്ളത്.
മറ്റുള്ളവരിലേക്ക് പകരാൻ, അറിവുകൾ പകരാനും മലയാളി മീഡിയ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും മുൻപിൽ വിപിനോടും ഷഹനയോടും മലയാളി മീഡിയയുടെ എല്ലാ പ്രവർത്തകരോടും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. നമ്മളൊന്നും ചിന്തിക്കാത്ത തലത്തിലേക്ക് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് സർ. ഈ പറഞ്ഞതൊന്നും അല്ലാതെ സർ കോമൺവെൽത്ത് ട്രേഡ് കമ്മീഷണർ കൂടിയാണ് കേട്ടോ. ഒരു വലിയ കയ്യടി നൽകാം. നമ്മുടെ ഈ ഒരു വേദി 4 ട്രേഡ് കമ്മീഷണേഴ്സ് ഇവിടെയുണ്ട്. ഞാൻ അവരെ ഒന്ന് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. കൃഷ്ണദാസ് സർ മൗറീഷ്യസ് ട്രേഡ് കമ്മീഷണറാണ്. സാറിനെ ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അനൂപ് സർ യുറേഷ്യ ട്രേഡ് കമ്മീഷണർ സർ. ഡോക്ടർ കൊച്ചുമോൻ ഖത്തർ ട്രേഡ് കമ്മീഷണറാണ്. അടുത്തതായി മലയാളി മീഡിയയുടെ ഏറ്റവും ലെജൻഡറി ആയിട്ടുള്ള ഓൺട്രപ്രണേഴ്സിനെ ആദരിക്കുന്ന ചടങ്ങാണ്. അപ്പം അതിനു വേണ്ടി ജോയ് സർ ആദ്യമായിട്ട് ഞാൻ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അനൂപ് സർ. അടുത്തതായി കോട്ടക്കൽ ആയുർവൈദ്യശാല മാനേജിംഗ് ട്രസ്റ്റി ആൻഡ് ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ PM വാര്യർ. എല്ലാവർക്കും നമസ്കാരം. ഏകദേശം ഒരു 2 ആഴ്ച മുൻപാണ് വിപിൻ അവിടെ കോട്ടയ്ക്കിൽ വന്നത്. അപ്പോൾ ഈ മലയാളി മീഡിയയെ പറ്റി സംസാരിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു പരിപാടിൻ്റെ വരണമെന്ന് പറഞ്ഞു. പക്ഷെ വന്ന് നോക്കുമ്പോൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് വെൽ ഓർഗനൈസ്ഡ് പ്രോഗ്രാമാണ്. ഇതുപോലുള്ളൊരു അവാർഡ് നൈറ്റ് വളരെ സക്സസ്ഫുള്ളായിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. വിപിനും മലയാളി മീഡിയയ്ക്കും ഷഹനയ്ക്കും എല്ലാവിധ ആശംസകളും ആശംസിക്കുന്നു. അടുത്തതായി ഏറെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഡോക്ടർ സോഹൻ റോയ്. ഒരുപാട് സന്തോഷമുണ്ട് ഏട്ടൻ്റെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങാൻ പറ്റിയത്. ഞങ്ങൾ തമ്മിൽ ഒരുപാട് വർഷത്തെ സൗഹൃദമാണ്. അദ്ദേഹം വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഈ തൃശ്ശൂർ എടുപ്പിച്ച് സംഘടിപ്പിച്ചായിരുന്നു. അത് ഞാൻ ഉള്ളിൽ നിന്ന് അടിച്ചു മാറ്റി. ഒരു സായിപ്പ് വെച്ച ഒരു വലിയ ബംഗ്ലാവും ഒരു 10 ഏക്കർ സ്ഥലമൊക്കെയാണ്. അപ്പോൾ യാദർശികമായിട്ട് ഞാൻ ഒരു ദിവസം ഒരു ആയുർവേദ സെൻറ്ററിൽ നിന്ന് നിൽക്കുമ്പോഴാണ് പുള്ളിയുടെ ഏജൻറ്റ് എന്നെ കാണാൻ വരുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഉഗ്രൻ സ്ഥലമുണ്ട്, അവിടെ വരാൻ പറഞ്ഞു. അവിടെ ചെന്ന് കണ്ടപ്പോൾ ബ്യൂട്ടിഫുൾ സ്ഥലം. ഞാൻ അവസാനം പുള്ളിയെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു എനിക്ക് ആ സ്ഥലം വേണമെന്ന് പറഞ്ഞു. അദ്ദേഹം തന്നു. താങ്ക് യു. ഇപ്പോഴുണ്ട്. എനിവേ ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം ഈ ബിസിനസ്സുകാർക്ക് ആകെ കിട്ടുന്നൊരു സന്തോഷം ഇതുപോലെയുള്ള വേദികളിൽ വന്ന് ഒരു ഒരു അവാർഡ് കിട്ടുന്ന സമയത്ത് മാത്രമാണ് നമുക്കൊരു സന്തോഷം കിട്ടുന്നത്. അതിന് എത്ര ദൂരം വേണമെങ്കിലും ഞങ്ങൾ യാത്ര ചെയ്യും. അപ്പോൾ ആ സമയത്ത് നമ്മളെല്ലാം സ്കൂളിലെ കൊച്ചു കുട്ടി പോലെയാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ ആദ്യത്തെ അവാർഡ് സിനിമ ഫീൽഡിൽ ആദ്യത്തെ അവാർഡ് എനിക്ക് കിട്ടുന്നത് ലോസ് ഏഞ്ചലസിൽ ഒരു ചെറിയ ഫിലിം ഫെസ്റ്റിവൽ. എല്ലാം കൂടി ഒരു 100 പേരില്ല, 50 പേരെ ഉള്ളായിരുന്നത് അറ്റൻഡ് ചെയ്യുന്നത്. അതിൻ്റെ തലേ വർഷത്തെ ഫോട്ടോ കണ്ടപ്പോഴേ മനസ്സിലായി ചെറുതായിരുന്നു. പക്ഷേ ആദ്യത്തെ അവാർഡാണ്. ഞാൻ ദുബായിൽ നിന്ന് ഏതാണ്ട് 18 മണിക്കൂർ യാത്ര ചെയ്ത് അവിടെ പോയി ഈ അവാർഡ് വാങ്ങി. അതിന് ഒരു സാക്ഷിയുണ്ട്. നമ്മുടെ ഗോവിന്ദൻകുട്ടി ഇല്ല, നടൻ ഗോവിന്ദൻകുട്ടി, അദ്ദേഹം എൻ്റെ കൂടെ അന്ന് പുള്ളി അവിടെ അക്കാഡമി പഠിക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരുടെ പോയി ചെറിയൊരു ഹോളിൽ. അപ്പോൾ പുള്ളി തന്നെ ചോദിച്ചു ഇതിനു വേണ്ടിയാണ് ഇത്രയും യാത്ര ചെയ്ത് വന്നതെന്ന്. പക്ഷേ ഈ അവാർഡ് വാങ്ങുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ഇനിയും ഇതുപോലുള്ള അവാർഡുകൾ സംഘടിപ്പിക്കാൻ സാധിക്കട്ടെ. കാര്യം എൻ്റെ ഒരു ചെറിയ എന്നെ പുള്ളിയിൽ കാണുന്നുണ്ട് വിപിൻ. കാര്യം കഴിഞ്ഞ 20 വർഷമായിട്ട് ഞാനൊരു ഒരുപാട് ഇവൻ്റ്, ഒരു 25ഓളം ഡിഫറെൻറ്റ് ബ്രാൻഡ്സിൽ അവാർഡ്സ് ഇൻ്റർനാഷണലി നടത്തുന്നുണ്ട്. ഇനി ഒരുപാട് ബ്രാൻഡ്സ് ഇതിലൂടെ നിരവധി പേരെ ഇതുപോലെ സന്തോഷിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.
നന്ദി, നമസ്കാരം. ഷഹനയുടെ ഇൻ്റർവ്യൂ പ്രത്യേകം എടുത്ത് പറയണം. നല്ല വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ്റർവ്യൂസ് ഐ ഫേസ്ഡ്. നമ്മൾ ഒരു വെറുപ്പിക്കാതെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ നമ്മൾ അറിയാതെ പറയും. അങ്ങനെ എങ്ങനെയാണെന്ന് അറിയത്തില്ല, പ്രത്യേക കഴിവുണ്ട്. ഇനിയും ഒരുപാട് ഇൻ്റർവ്യൂസ് നടത്താൻ സാധിക്കട്ടെ. 3129 കവിതകൾ എഴുതിയ ഒരു വ്യക്തി, ഒരു വലിയ കയ്യടി. എല്ലാ ദിവസവും ഒരു കവിത എഴുതും സാറ്. അതിനൊരു പ്രത്യേകത, എന്ന് സാർ കവിത എഴുതുന്നത് നിർത്തുന്നോ അന്ന് സാർ മടിയനായി എന്നാണ് സാർ വിശ്വസിക്കുന്നത്, അല്ലേ? നമ്മുടെ കഴിവ് നമ്മൾ പുറത്തെടുത്തില്ലെങ്കിൽ വേറെ ആർക്കും എടുക്കാൻ പറ്റില്ല. അപ്പം ചെറുപ്പത്തിലുള്ള എഴുത്ത് നശിക്കാതിരിക്കാൻ വേണ്ടി എഴുതിക്കൊണ്ടേ ഇരിക്കുകയാണ്. എന്ന് മെമ്മറി അടിച്ചു പോകുന്നു അന്നത് നിൽക്കുക, അല്ലെങ്കിൽ മടിയനാവണം നിൽക്കുന്നു പോകും. ഇന്ന് രാവിലെ ഇങ്ങോട്ട് വരുമ്പോഴാണല്ലോ ഇപ്പം നമ്മുടെ നാട്ടിൽ മൊത്തമുള്ള പ്രശ്നം ഒരു പാർട്ടി പാർട്ടിയുടെ പ്രശ്നമാണ്. ഇതിൽ ഏത് പക്ഷത്ത് എഴുതിയാലും പ്രശ്നം വരും. അപ്പം ഞാൻ സാധാരണ എഴുതുന്നത് മിക്കവാറും കവിത കഴിയുമ്പം ആരെങ്കിലുമൊക്കെ വിളിച്ച് പിതാമഹന്മാരെ സ്മരിക്കും. അപ്പം ഞാൻ അപ്പുറം ഇപ്പുറം 2 പേർക്കും കൊള്ളുന്ന രീതിയിലാണ് എഴുതിയേക്കുന്നത്. നാളെ പബ്ലിഷ് ചെയ്യേണ്ടതാണ്. ഞാൻ പക്ഷേ തൽക്കാലം ജെമിനിയെ കൊണ്ട് കാര്യം ചെയ്തിട്ടുണ്ട്. അല്ല, ഇന്ന് ഈ ചടങ്ങിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കാം. എന്നെ ഇത് കേട്ടിട്ട് ആരും വെറുപ്പിക്കാൻ വരരുത്. കാര്യം ഇത് കേട്ട് കഴിഞ്ഞാൽ ഏത് സൈഡിലാണെന്ന് ആർക്ക് 2 പേർക്കും സംശയം വരും. കാര്യം ഇവിടെ ഇരിക്കുന്നതിൽ പകുതി പേര് ഇപ്പുറം പകുതി പേര് അപ്പുറമാണ്. പിന്നിലെ പാർട്ടിയെ കാണാതെ, പാറ്റ തന്നുദ്ദേശ ശുദ്ധിയെ തേടാതെ, പാറ്റയ്ക്കു പിന്നാലെ പായാനിറങ്ങിയാൽ പാറ്റാമരുന്നാൽ പടമായി മാറിടാം. ഏത് സൈഡിൽ നിൽക്കണം നിങ്ങൾ തീരുമാനിച്ചുള്ളൂ. താങ്ക് യു. പാറ്റ പാർട്ടി, ക്രോക്രോച്ച് പാർട്ടി ഇപ്പോൾ ഭയങ്കര വൈറലായിരിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി സാർ എഴുതിയൊരു കവിതയാണ്. ഒരു വലിയ കയ്യടി. താങ്ക് യു സോ മച്ച്. അടുത്തതായി ഏറെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. വർഗീസ് സാറിന് ഒരു ചെറിയ ആദരം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് സാർ. ഒരുപാട് മീറ്റിങ്ങുകളിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഇന്ത്യയിലും വിദേശത്തായിട്ട് ഒരുപാട് ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. അവിടെയെല്ലാം ബിസിനസ്സുകാരുടെ മീറ്റിങ്ങുകളിൽ ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. ബിസിനസ്സുകാരുടെ എല്ലാം ആയിരുന്നു പ്രമുഖ വ്യക്തികൾ അവിടെ. എന്നാൽ കേരളത്തിൽ ഇങ്ങനെയൊരു ബിസിനസ്സുകാരുടെ ഒരു പ്രമുഖ ബിസിനസ്സുകാരുടെ ഒരു കൂട്ടായ്മ ആദ്യമായിട്ട് കാണുക. തീർച്ചയായിട്ടും മലയാളി മീഡിയ ആദരം അർഹിക്കുന്നു. എനിക്കിന്ന് 2009 വർഷം മുമ്പ് ഒരു ഫേസ്ബുക്ക് പേജുമായിട്ട് തുടങ്ങി. അതായത് കാലത്തിന് മുൻപേ പറക്കുന്ന പക്ഷിയെ പോലെ ഇനി വരാൻ പോകുന്ന സോഷ്യൽ മീഡിയയുടെ കാലമാണെന്ന് വിപിൻ കണ്ടറിഞ്ഞ് അതനുസരിച്ച് ഞാൻ വിശ്വസിച്ചില്ല ഇത്രയ്ക്കും ഡെവലപ്പ് ആകുമെന്ന് ഞാൻ ഒരിക്കലും അന്ന് വിചാരിച്ചില്ല. പക്ഷെ നമ്മുടെയൊക്കെ പ്രതീക്ഷയെ കവിച്ച വയ്ക്കുന്ന രീതിയിൽ കേരളത്തിലെ ഇവിടെ അറിയാം, ഇവിടെയുള്ള ബിസിനസ്സുകാരെ നോക്കി നോക്കുക. കേരളത്തിലുള്ള മെയിൻ ബിസിനസ്സുകാരിൽ മിക്കവാറും പേര് ഇവിടെ ഉണ്ട്. അപ്പം ഇവിടെ നമ്മൾക്ക് പിടിച്ചു നിർത്തേണ്ടത് നമ്മുടെ ബിസിനസ്, കൃഷി, IT, ടൂറിസം ഇത്തരം കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിനെ നിയന്ത്രിക്കുന്ന ഒരു പ്രേരക ശക്തിയായിട്ട് ഒരു പ്രഷർ ഗ്രൂപ്പായിട്ട് നമ്മൾ ബിസിനസ്സുകാർ മാറണം. അതിലിപ്പോൾ നേരത്തെ മറ്റു ഗോപാലൻ ചേട്ടൻ പറഞ്ഞതുപോലെ അത് നമ്മളൊരു ഗ്രൂപ്പായിട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുറേ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ഇപ്പോഴത്തെ ഗവൺമെൻറ് തന്നെ അതിന് സപ്പോർട്ടിംഗ് ആണ്. സെൻട്രൽ ഗവൺമെൻറ് അതിന് ഒരുപാട് സപ്പോർട്ടിംഗ് ആണ്. അപ്പോൾ ഇതിനൊരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു കൂട്ടായ്മയായിട്ട് ശ്രമിക്കാം. നന്ദി, നമസ്കാരം. നമ്മളെല്ലാവരും കൂടെ ജോയ് സാറിന് ഒരു ചെറിയ ആദരം നൽകുന്നതിന് ഒരു ചെറിയ സമ്മാനം കൂടെ ജോയ് സാറിന് വേണ്ടി ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇത്രയും നല്ല സുന്ദരനാണ് ഞാനെന്നുള്ള വിവരം ഇത് സ്റ്റുഡിയോയിലേക്ക് നന്നായിട്ട് ഒന്ന് ബ്രഷിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ഇവരെ പുതിയ മാഗസീൻ അല്ലേ,
ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യണോ? ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് വലിയൊരു സ്റ്റാർട്ടിംഗ് ആണ് ഇപ്പോൾ നടത്താൻ പോണത്. അപ്പോൾ താങ്ക് യു. നല്ലൊരു സുന്ദരൻ്റെ പടം ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതെ കാണിക്കാം. താങ്ക് യു. നിങ്ങളുടെ മീഡിയ ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് ഉയരട്ടെ. ഇത്രയും വലിയൊരു ഫങ്ഷൻ, ഒരു അവാർഡ് ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ എല്ലാവരും ഞാൻ അറിയും. ചില ആളുകളുടെ പേര് ചോദിച്ചാൽ പെട്ടെന്ന് അറിയില്ലെങ്കിലും എല്ലാവരുമായിട്ട് നല്ല പരിചയമാണ്. ഞാൻ നിങ്ങൾ സംസാരിക്കുന്ന പോലെ ഇങ്ങനെ പേരുകളൊക്കെ ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ ആളുടെ പേരെ മറക്കും. മറക്കുന്നതല്ല, എനിക്കത് എൻ്റെ മെമ്മറിയിൽ നിൽക്കാറില്ല. എന്തായാലും ഇവിടെ വരാനും അങ്ങനെ എല്ലാവരും കാണാനും എന്നുള്ള വലിയൊരു ഫംഗ്ഷനിൽ പങ്കെടുക്കാനും സാധിച്ചു. എന്തായാലും നിങ്ങളുടെ ഈ മീഡിയ ഇതിനൊരു സ്റ്റാർ ടി വിയുടെ പോലെ സോഷ്യൽ മീഡിയയിൽ ഒരു സ്റ്റാർ ആവട്ടെ. താങ്ക് യു. ഇനി അടുത്തതായി മലയാളി മീഡിയയുടെ ഒരു മെന്ററിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. TS സേതുമാധവൻ. സേതു ചേട്ടാ, മലയാളി മീഡിയയുടെ ഒരു ചെറിയ ടോക്കൺ ഓഫ് ലവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ട് മെഡിമിക്സ് പ്രസൻസ് മലയാളി മീഡിയ ബ്രാൻഡ് അവാർഡ് 2026 പവേർഡ് ബൈ ചിക്കിങ് ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് തോന്നുന്നു ഞാനിതിൻ്റെ ഒരു പ്രത്യേകത കണ്ടത് മലയാളി മീഡിയയായിട്ട് വളരെ അടുപ്പുണ്ട്. എൻ്റെ ഒരു സഹോദരനാണ് വിപിൻ. ഇവരുടെ സക്സസ് സ്റ്റോറി സത്യം പറഞ്ഞാൽ അടുത്ത യുവതലമുറ മുഴുവൻ വായിക്കേണ്ടതാണ്. സക്സസ് സ്റ്റോറി എങ്ങനെ നമുക്ക് ജീവിതത്തിൽ ഉന്നതിയിലെത്താം. വളരെ സിമ്പിളായിട്ട് അവരുടെ ജീവിതം തന്നെയാണ് പകർത്തിയേക്കുന്നത്. അത് ചെറിയ കാര്യമല്ല, വലിയ ഒരു കാര്യമാണ് മലയാളി മീഡിയ ചെയ്തിട്ടുള്ളത്. അതാണ് ഇതിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത. അടുത്തതായി നന്ദി പ്രസംഗം സേതു ചേട്ടാ. ഇപ്പം ഏറ്റവും അവസാനത്തെ നന്ദി പ്രകടനമാണ്. സിനിമ അവാർഡും മറ്റു പല അവാർഡുകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലൊരു അവാർഡ് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പം ഇത് സംഘടിപ്പിച്ചത് മലയാളി മീഡിയ. അതിൽ സത്യം പറഞ്ഞാൽ വേറെ ആരേക്കാളും കൂടുതൽ നന്ദി പറയേണ്ടത് സാക്ഷാൽ വിപിൻ്റെ റൈറ്റ് ഹാൻഡോ ലെഫ്റ്റ് ഹാൻഡോ ആയി പ്രവർത്തിക്കുന്ന ഷഹനിയാണ്. ഇന്നത്തെ ഈ പരിപാടി എന്തുകൊണ്ടും ഉദ്ഘാടനം ചെയ്തത് നമുക്കെല്ലാവർക്കും അറിയാം. കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ഒരു അഭിമാനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഏറ്റവും കൂടുതൽ സ്വർണ്ണ ബിസിനസ് നടത്തുന്ന സാക്ഷാൽ ജോയ് ആലുക്കാസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിരിക്കുന്ന മുഖവും ഒക്കെ ആയിട്ട് അദ്ദേഹം വന്ന് വിളക്ക് കൊളുത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ എന്തായാലും ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നമുക്ക് വീണ്ടും അടുത്ത വർഷം അതിഗംഭീരമായ രീതിയിൽ ചെന്നൈയിൽ അവാർഡിനായിട്ട് ഉണ്ടാവുന്ന തമിഴ് പഠിക്കണം. അവിടെ വരണമെങ്കിൽ വേണ്ട, കുഴപ്പമില്ല. അപ്പോൾ പിന്നെ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം ചെന്നൈയിൽ കാണാം. എന്തായാലും എല്ലാവർക്കും ഇന്ന് പങ്കെടുത്ത നല്ല ഫോട്ടോഗ്രാഫേഴ്സ്, ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചു. ഇതൊന്നും ഇവൻ്റ് ടീമല്ലല്ലോ, എല്ലാം ഇവരുടെ ഈ ഒരു ടീമാണ്. ഈ ഒരു ടീം എന്ന് പറയുന്നത് മലയാളി മീഡിയയുടെ ടീമാണ്. ഇനി വലിയ വലിയ ഇവൻറ്റുകളൊക്കെ ഏറ്റെടുക്കാം. പിന്നെന്താ പ്രശ്നം? അപ്പം അതുകൊണ്ട് ആ ഒരു ടീമിനും ഏറ്റവും നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. നമ്മുടെ ചാനൽ അധികം വൈകാതെ തന്നെ പുറത്തിറങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.